അപ്പോൾ ഹൈ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട് ഒരു ഓഡീഷന് പോവാണ്. പടവേദ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 9:30 ആയിട്ടുണ്ട്. ഇന്ന് 13, നാളെ 14-ാം തീയതിയാണ് ഓഡീഷൻ. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മളിവിടുന്ന് കയറുവാണ്. എന്നാലേ നാളെ കോഴിക്കോട് രാവിലെ ആകുമ്പോഴത്തേന് എത്തത്തുള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇറങ്ങുവാണ് ഇവിടുന്ന്. പോയിട്ട് വരട്ടെ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ പോലെ വീഡിയോസോ ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. ബൈ ബൈ. നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 1.5 മണിക്കൂർ മുമ്പേ ഇവിടെ എത്തി. ട്രെയിൻ വരാൻ ഇനി 1.5 മണിക്കൂർ സമയമെടുക്കും. സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെ എൻ്റെ കൂടെ ആദിത്യൻ ഉണ്ട് കേട്ടോ. കോട്ടയത്ത് നിന്ന് ആദിത്യൻ ജോയിൻ ചെയ്യും. പിന്നെ ഞാനും ആദിത്യനോടാണ് കോഴിക്കോട് വരെ പോകുന്നത്. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വേറെ ഓട്ടോയുള്ള ട്രെയിനോടെ വന്നിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഇനിയും 1.5 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. സോ അതുവരെ പോസ്റ്റാണ്. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഗൈസ്, അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. സമയം 12:02. ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഗൈസ്, ട്രെയിനിൽ നല്ല തിരക്കാണ്. ഇതുവരെ സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഫുള്ള് സാമിമാറ തിരക്കാണ്. കോഴിക്കോട് എത്തണ മുന്നെങ്കിലും സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഉറക്കം വരുന്നു. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര തിരക്കാണ്, മുടിഞ്ഞ തിരക്കാണ്. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ സീറ്റ് കയറിയിരുന്ന് നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന കാര്യമൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു. നമുക്ക് ആദ്യം കുറേ നേരം നിന്നു, കുറേ മണിക്കൂറുകളോളം നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം ഇരിക്കാൻ മേളിൽ കിട്ടി. അവിടെ ഒടിഞ്ഞു കുത്തി എങ്ങനെയൊക്കെ വരുന്നു, നടുവൊക്കെ പഞ്ചറായി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ? ഇനി പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് പോയിട്ടും കാര്യമില്ല. ഇപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. അവിടെ 10 മണിക്ക് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ പോയി ഫ്രഷപ്പ് ആയിട്ട് വരാം. 10 മണിയാകുമ്പോഴത്തേന് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. കുറച്ച് നേരം ഇങ്ങനെയാണ് ഉറങ്ങിയത്. ഇങ്ങനെ ഒരു പോളെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു പോളെ തുറന്നിട്ടാ ഉറങ്ങിയത്. അപ്പോൾ നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് 10 മണിയാകുമ്പോഴത്തേന് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ഫ്രഷപ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ അനന്യ ജോയിൻ ചെയ്തു. അനന്യ എൻ്റെ കൂടെ ഇതിനു മുമ്പുള്ള ഫിലിമിൽ വർക്ക് ചെയ്ത ആളാണ്. ഞങ്ങൾ 3 പേരോടാണ് ഇന്ന് ഓഡീഷൻ നടക്കുന്നിടത്തോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് അനന്യ. ഞങ്ങൾ എങ്ങനെ പരിചയമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് വരുന്ന വീഡിയോയിൽ അറിയിക്കാം. അപ്പോൾ അനന്യയുടെ ആദ്യത്തെ ഓഡീഷൻ ആണല്ലേ? അതെ, നല്ല ടെൻഷനുണ്ട്. എനിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ശീലമായി. കഴിക്കാനൊന്നുമില്ല, നല്ല ടെൻഷനുണ്ട്. അതെ. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടുന്ന് നേരെ ഓഡീഷൻ നടക്കുന്നിടത്തോട്ട് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് വരാം. ഇവനെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ജോയൽ. ഹായ് ഗൈസ്, എന്റെ പേര് ജോയൽ ജോൺസൺ. ഞങ്ങൾ ഡെർബി എന്ന മൂവിയിൽ പാസിംഗ് സ്റ്റാർസ് ആയിരുന്നു. അങ്ങനെ അതെ, ഡെർബിയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പഴയ പടത്തിലെ പാർട്ണറാണ്. ഇനി പുതിയ പടത്തിലെ പാർട്ണറാണ് ശ്രമിക്കുന്നത്. ആവട്ടെ, അതെ, സംഭവിക്കട്ടെ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ഓഡീഷൻ വന്നേക്കാണ്. അത്ര തിരക്കില്ല, പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം ഗൈസ്, നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ഇതായിട്ടില്ല. എൻ്റെ നമ്പർ എത്രയായിരുന്നു? 170. ഇവൻ്റെ 178.
അല്ല 168 അങ്ങനെയാണ് ഇപ്പൊ 100 പോലും ആയിട്ടില്ല. അപ്പം നല്ല പോസ്റ്റ് ആണ്. അവര് പെട്ടെന്ന് വിടുന്നൊരു സംശയമുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ജോലി ശരിക്കും? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പെർഫോമൻസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യിപ്പിക്കുന്നത്. സോ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഫോൺ നിറയ്ക്കുന്നു. പേടിക്കുന്ന പ്രശ്നം. ഗൈസ് നമ്മുടെ ഓഡിഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. കിട്ടുകയാണെങ്കിൽ അടുത്ത വ്ളോഗിൽ ഞങ്ങൾ വരും. അതെ അടുത്ത വ്ളോഗിൽ. ഓക്കെ ഗൈസ്, സൈനിങ് ഓഫ്. കടകള് നമ്മളെ ഇടയിലെ ഹോട്ടലിലെ പഴംപൊരി ഞാൻ കഴിക്കാൻ വന്നേക്കാം. ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? മുന്നേ കഴിച്ചിട്ടുണ്ട്, അന്ന് ഇത്രയും ഉണ്ടായിരുന്നില്ല. കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഓഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പം ആദിത്യം കോട്ടയത്ത് ഇറങ്ങും, ഞാൻ ചെങ്ങന്നൂർ പോകും. എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ എൻ്റെ റിസൾട്ട് എന്തായാലും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. ആകെ ടയേർഡാണ്. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ ആകെപ്പാടി രാവിലെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയിട്ട് ആ റെസ്റ്റ് റൂമിൽ ഇരുന്നൊരു അരമണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങി. നീ ട്രെയിനിൽ കയറിയിട്ട് ഉറങ്ങണം എന്തായാലും. 12 ഒക്കെ ഉണ്ട്. സോ അതൊന്നും വിഷയമില്ല. നമുക്ക് എന്തായാലും എൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിസൾട്ട് അറിയിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പൊ ട്രെയിൻ വരും, അതിൽ കയറാം. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 3:30 ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷപ്പായി പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേന് 3:30 ആയി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ ഓഡിഷന് പോയതും നമ്മൾ പോയത് ആമീർ പള്ളിക്കൽ സാറിൻ്റെ പ്രേംപാറ്റ എന്ന് പറയുന്ന പുതിയ മൂവിയുടെ ഓഡിഷന് വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ കണ്ട പോലെയൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. നമ്മുടെ സൈഡിൽ നല്ല ഓക്കെയാണ്. ഇനി അവർക്ക് ഓക്കെ ആണ് എന്ന് തോന്നുവാണെങ്കിൽ വിളിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അത്യാവശ്യമില്ല സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ നല്ല ടയേർഡാണ്, ഇനി നല്ലൊരു നേരം ഉറങ്ങിയാലേ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്, ബൈ ബൈ, ലവ് യു ഗൈസ്.